ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമുക്ക് ക്ലയൻറ്റിന് മാക്സിമം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പാനൽ ബോർഡ് ഒന്ന് റീവൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ സ്ഥിതി ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പുതുക്കിയിട്ട് നമുക്കിതാ ഈ കാണുന്ന സി ബ്ലോക്കിലോട്ട് ഇത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 3 TPN ബോർഡ്, വിബീസിൻ്റെ 3 TPN ബോർഡ്, ഇതുപോലത്തെ TPN ബോർഡിലോട്ട് ഈ ബോർഡ് നമ്മൾ മാറ്റി ചെയ്യുകയാണ് ഈ സി ബ്ലോക്കിലോട്ട്. നമുക്ക് ഇതിൻ്റെ ഫാബ്രിക്കേറ്റഡ് ബോർഡുണ്ട്, അതിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കൂടുതലാവും. അപ്പോൾ പാർട്ടിനോട് പറഞ്ഞു, പാർട്ടിക്ക് ഇതിൽ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ മീറ്റർ ബോർഡ് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മീറ്റർ ബോർഡിൻ്റെ കൂടെ നമ്മളൊരു ഐസൊലേറ്ററും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ 3 TPN ബോർഡിലാണ് നമ്മൾ ഇത് മീറ്റർ ഒരു TPN ബോർഡിൽ, പിന്നെ 2 TPN ബോർഡിൽ നമുക്കൊരു സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മളൊരു RCB, ഒരു 3 പോൾ MCB, ഒരു പ്രിവെൻറ്ററാണിത്, സിംഗിൾ വൈസ് പ്രിവെൻറ്ററാണ്. ഒരെണ്ണം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മൊബൈൽ സ്റ്റാർട്ടർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പറ്റുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചാലാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അപ്പുറത്ത് പാലം കൂടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്റ്റാർട്ടർ, ഇത് പഴയ ഉണ്ടായിരുന്നതാണ് സ്റ്റാർട്ടർ, പഴയ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് അഡീഷണൽ നമ്മൾ വെച്ചൊരു 3 പോൾ MCB, ഒരു മൊബൈൽ സ്റ്റാർട്ടർ വെച്ചിട്ടുണ്ട്. മൊബൈൽ സ്റ്റാർട്ടർ വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊബൈൽ സ്റ്റാർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. സിമ്മും കൂടി ഇട്ടിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്തിട്ട് ഇത് ഓണാക്കാനും കൂടി വരും. ഇവിടെ നമ്മൾ മീറ്റർ വെക്കാൻ വേണ്ടി ഒരു മീറ്ററിൻ്റെ ഒരു ബോർഡും 3 ഫ്യൂസ്, ഒരു ന്യൂട്രൽ ലിങ്കും, ഒരു ഐസൊലേറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 എർത്ത് അടിച്ച് നമ്മൾ ഈ പണി തീർത്തിട്ടുണ്ട്. ഇങ്ങനെ 10 മേടിച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് അവിടെ.